അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പ് നടന്ന മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ അറിഞ്ഞതാണ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കിൻ്റെ മനനൊന്ത് ആത്മഹത്യയിലുണ്ടായ ആ ഒരു സംഭവ വികാസത്തെ കേരളക്കര മൊത്തം കണ്ണീര് കൊണ്ടാണ് വരവേറ്റത്. അതിനാൽ തന്നെ അതിന് കാരണക്കാരിയായ പയ്യന്നൂർ സ്വദേശി ഷിംജിത മുസ്തഫ എന്ന ഒരു പെണ്ണ്, അവളുടെ ഒരു വീഡിയോയുടെ പുറത്താണ് അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്തത്. ബസ്സിൽ വെച്ച് ലൈംഗികാരോപണത്തെ തുടർന്ന് മനം നൊന്ത ആത്മഹത്യ ചെയ്ത ദീപക് എന്ന വ്യക്തിയുടെ മരണത്തിന് കാരണക്കാരി, കൊലയാളി, കുറ്റവാളി ഷിംജിത മുസ്തഫയാണ് എന്നത് തീർച്ചയായിട്ടും ഞാനും നിങ്ങളെല്ലാം വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ട വ്യക്തികളാണ്. അതിനാൽ തന്നെ വൈറലാവാൻ വേണ്ടിയിട്ട്, പ്രശസ്തി നേടാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ആ വീഡിയോയുടെ കാരണം കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അതിനാൽ തന്നെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ്. തീർച്ചയായിട്ടും ഒരമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു കുടുംബത്തിന് അത്താണിയായിട്ടുള്ള ദീപക് എന്ന സഹോദരൻ നിഷ്കളങ്കനും പാവവും അതുപോലെ തന്നെ സൽസ്വഭാവിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ഡിവൈസ് ചെയ്ത സമയത്ത് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ അവൾ പ്രചരിപ്പിച്ച ആ ഒരു വീഡിയോക്ക് ശേഷമാണ് അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്തത്. അതിനാൽ തന്നെ നമ്മൾ കരുതും പോലെ ബസ്സിൽ നടന്ന ആ ഒരു വീഡിയോക്ക് ശേഷമല്ല അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. ശേഷം രണ്ടാമത് അവൾ ഒരു ന്യായീകരണ വീഡിയോ, ഒരു വിശദീകരണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് തീർച്ചയായിട്ടും ഞാൻ തന്നെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അദ്ദേഹം സംസാരിച്ചതും ആ സമയത്തൊന്നും ഒരു അപാകതയോ ഒന്നും തോന്നിയിട്ടില്ല എന്ന് ഫ്രണ്ട്സ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചത്. അവൻ അങ്ങനെ എന്തെങ്കിലും ടോണിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഞാൻ അറിയൂ. കാരണം അത്രയും വർഷത്തെ ഞാനും അവനും തമ്മിലുള്ള ബന്ധമാണ്. ഇന്നലെയാണോ? ഇന്നലെ രാത്രി 9:00 സംസാരിച്ചാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ പുളിക്കലാണ്. ഞാൻ ഭക്ഷണം കഴിക്കാനും ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. 9 മണി 9:30 സമയത്താണ് തോന്നുന്നു അദ്ദേഹം ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ വീഡിയോനെ കുറിച്ച് യാതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോഴൊന്നും അദ്ദേഹത്തിന് മനപ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ അതിനുശേഷം പിന്നെ രണ്ടാമത് അവളൊരു ന്യായീകരണ വീഡിയോ ഇട്ടു. അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അദ്ദേഹമാണ് തെറ്റ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്താണ് തെറ്റുള്ളത് എന്ന് പറഞ്ഞ് അവളൊരു ന്യായീകരണ വീഡിയോ ഇട്ടു. ഒരു ജാട. ആ ഒരു വീഡിയോ ഇവർ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തു. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത സമയത്ത് അവരുടെ കൂട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്, 9:30 അവർ തിരിച്ചു വിളിച്ചു. അപ്പം ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം പിന്നീട് അവർ തിരിച്ചു വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് കേട്ട് നോക്കൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു വീഡിയോ വന്ന ഫസ്റ്റ് എനിക്കൊരു മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ ഇട്ടിക്കണ്. നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ ഇട്ടിക്കണ്.
ആ വീഡിയോ ഇട്ടിട്ട് അവൾ തന്നെ സ്വയം പറയാണ് ഞാൻ നിരപരാധിയാണ്, ഇതിങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയറ്റി പറയാണ്. ഇത് നിർത്തലാക്കണോ, ഇത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരൊരു വീഡിയോ ഇതാ. അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് നോക്കിയിട്ട് വരില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ അത് നോക്കിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ ഒന്നുകൂടി വന്നിക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാണ് കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത്. അപ്പോൾ ഓൻ പറഞ്ഞു ആ വീഡിയോ ഒന്നും കൂടെ അയക്കുന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ ഞാൻ അയക്കണില്ല, നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എല്ലാടെ ഈ അയക്കടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ, എനിക്ക് അതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ സംസാരിക്കണ ആ രീതി തന്നെ ഉള്ളൂ, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചു കൊടുത്തത്. ആ വീഡിയോ ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്കാണ്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കാനുണ്ട്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കും, എൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് വിട്ടു. പിന്നെ വീട്ടിലെത്തിയ സ്വാഭാവികമായിട്ടും വിളിക്കുകയാണെങ്കിൽ മാത്രം. രണ്ടാമതൊരു വീഡിയോ ഇട്ടപ്പോൾ അദ്ദേഹം നിർബന്ധം പിടിച്ച് ആ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ രാവിലെ നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഷാട്ടി പിടിച്ചതുകൊണ്ട് ആ വീഡിയോ വിട്ട് തരാൻ പറഞ്ഞപ്പോൾ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഷെയർ ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതിനുശേഷം 11 മണി 12 മണിക്ക് ശേഷമാണ് അദ്ദേഹം മനംനൊന്ത് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഷിംജിത മുസ്തഫ എന്ന നരാധമയുടെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യായീകരണ വീഡിയോയുമായി രണ്ടാമത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മനംനൊന്ത് ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം അവൾ ആ ഒരു വീഡിയോ മുക്കിയിട്ടുമുണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ വൈറലായതോടെ കൂടെ അത് അവൾ മുക്കിയിട്ടുമുണ്ട്. അതിലവൾ പറയുന്നത് അവൻ ചത്താലും കുഴപ്പമില്ല, എനിക്ക് പ്രശസ്തി നേടാൻ വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്, അതിനാൽ അവൻ്റെ ഭാഗത്താണ് തെറ്റെന്നാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലറിയാം തീർച്ചയായിട്ടും ഇവളുടെ മാരടം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ആ ഒരു മുട്ടിക്കുന്ന വീഡിയോ. ആ വീഡിയോ വരുന്നത് നിങ്ങൾ കണ്ടോ, സ്ലോ മോഷനിലാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എടുക്കുന്ന പോലെ എല്ലാ വീഡിയോ ഉള്ളത് സ്ലോ മോഷനിലാണ്. അപ്പം അത്രയും സ്ലോ മോഷനിലാണ് എടുക്കണമെങ്കിൽ അത്രയും എഡിറ്റ് ചെയ്താണ് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിനാൽ യഥാർത്ഥ വീഡിയോ എന്ന് പറയുന്നത് ഇതല്ല എന്നത് തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിനാൽ തന്നെ ഈ എടുത്ത വീഡിയോ എല്ലാം അവൾ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കള്ളത്തരവും പിന്നെ അതുപോലെ തന്നെ പൊള്ളത്തരവുമാണ് ആ വീഡിയോയിലുള്ളതെന്ന് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിഷ്കളങ്കനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആ ഒരു ഇടവേളയിലാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്. അതിനാൽ തന്നെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം, മനഃപൂർവ്വം ഇവള് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് മാറിടം മുട്ടിച്ചുകൊണ്ട് വൈറലാവാൻ വേണ്ടിയിട്ട്, പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചത്. ബസ്സിലുള്ള ജീവനക്കാർ പോലും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ ഇവള് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തൊരു ലേഡി ഉണ്ടായിരുന്നു, ആ ലേഡിനെയും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അവൾ കണ്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൾ വീഡിയോ എടുത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ പ്രചരിപ്പിച്ചത് എന്നാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പെണ്ണിനെയും ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് അവൾ കണ്ടു എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും എത്രത്തോളം കള്ളത്തരവും പൊള്ളത്തരവുമാണ് ആ വീഡിയോയിൽ അവൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ രണ്ടാമത് ചെയ്ത ഒരു വീഡിയോ, അവൾ മുഖ്യ വീഡിയോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ.
അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ. ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അവൾക്ക് എമ്പതിയുണ്ടോ? ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോ? അവൾ പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കരുത്തില്ല. അതായത് ലേഡീസിനൊക്കെ കാണുമ്പോൾ ടച്ച് ചെയ്യാൻ ഇതിനൊക്കെ തോന്നുന്ന ആ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് അവൾ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇമ്പതി ഇല്ല, അത് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, ഇമ്പതി ഇല്ല. ഈ പറയുന്ന ഇവൾക്ക് ഇമ്പതി ഉണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഒരു കുടുംബത്തിന്റെ അനാഥയെ നഷ്ടപ്പെടുത്തിയിട്ട്, ഒരു അത്താണി നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇവൾ ചെയ്യുന്ന ഇവളോട് നമ്മൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? ആ ഒരു കുടുംബത്തിന് അത്താണിയായിട്ടുള്ള അത്രത്തോളം അച്ഛനും അമ്മനും ആകെയുള്ള ഒരു ഒറ്റ മോനാണ് ഈ ദീപക് എന്ന വ്യക്തി. അവരുടെ കുടുംബത്തിനെ അങ്ങേയറ്റം കൈ പിടിച്ചുയർത്തേണ്ട ഒരു വ്യക്തിയാണ് അവള്. ഇന്ന് അവളുടെ ഒരു വൈറൽ വീഡിയോ കാരണം കൊന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ബസ്സിൽ പ്രചരിപ്പിച്ച ആ ഒരു വീഡിയോന്റെ ശേഷമല്ല അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. രണ്ടാമത് ഇവളൊരു ന്യായീകരണ വീഡിയോ വിട്ടു. ആ ഒരു നമുക്ക് തന്നെ എന്താ പറയാ ദേഷ്യവും അതുപോലെ തന്നെ അവളോടൊരു എന്താ പറയാ ദേഷ്യവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു സഹതാപവും തോന്നാത്ത രീതിയിലുള്ള ഒരു വീഡിയോ, ന്യായീകരണ വീഡിയോ. ആ വീഡിയോയിൽ അവൾ പറയുന്ന അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ചത്താനും കുഴപ്പമില്ല, എനിക്ക് റീച്ച് കിട്ടണം, എനിക്ക് വൈറലാവണം, അയാളെ ഭാഗത്താണ് തെറ്റ്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അയാൾക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ ഒരു ഞരമ്പ് രോഗിയാണെന്ന് പറയുന്നത്. പിന്നെ അവൾ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? സൊസൈറ്റിക്ക് എന്താ കൊടുക്കണമെന്ന്? കൗൺസിലിംഗ് കൊടുക്കണം. അതായത് നമുക്ക് കൗൺസിലിംഗ് തരണം എന്നാണ് അവൾ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഞരമ്പ് രോഗികളാണ് എന്നാണ് അവൾ ചിത്രീകരിക്കുന്നത്. അപ്പൊ പുരുഷന്മാരെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവള് ആ ഒരു വീഡിയോ ചിത്രീകരിച്ചത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിനൊക്കെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. കാരണം ഇനിയും ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അരങ്ങേറും. അതിനാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ, അവളെ പോലെ ആളുകളെയാണ് നമ്മൾ ഞരമ്പ് രോഗികൾ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നല്ല, ഇങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഇതുപോലെയുള്ള പായ് ജന്മങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ രംഗത്ത് വന്നുകൊണ്ട് പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. കാരണം നാളെ ഞാനോ നിങ്ങളോ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ
ഇതുപോലെയുള്ള പായ് ജന്മങ്ങൾ നമ്മളുടെയും ജീവിതം നഷ്ടപ്പെടുത്തിയേക്കാം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളും അടങ്ങുന്ന പുരുഷ വർഗങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, രംഗത്ത് വന്നുകൊണ്ട് ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് തക്കതായ മറുപടി കൊടുക്കുക തന്നെ ചെയ്യണം. കാരണം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അപ്പം അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വൈറലാവാൻ വേണ്ടി ഇങ്ങനെയുള്ള തോന്നിവാസം ചെയ്യാൻ പാടില്ല. കാരണം ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് തിരിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ നാളെ നമ്മുടെ നെഞ്ചകത്തേക്കും കയറി വന്നുകൊണ്ട് വൈറലാവാൻ വേണ്ടി വീഡിയോകൾ ചിത്രീകരിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ നമ്മളെപ്പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും രംഗത്ത് വന്നുകൊണ്ട് പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഈ വീഡിയോയ്ക്ക് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് പ്രതികരിക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം നിഷ്കളങ്കനായ പാവമായ ഒരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ട്, ആ മനസ്സ് ഉലഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമി ലോകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്നും മറുപടി പോലും പറയാൻ പറ്റാത്ത ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രത്തോളം നൊന്തത് കൊണ്ടാണ്. അതെന്തായാലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ബസ്സിൽ ചിത്രീകരിച്ച ആ ഒരു വീഡിയോക്ക് അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഒരു പ്രയാസമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് തന്നെ തുറന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കണ്ടു. പക്ഷേ രണ്ടാമത് അവൾ ആ ഒരു വീഡിയോ ഇട്ടത്, അവൾ മുഖ്യ ഒരു വീഡിയോ വൈറലായി രണ്ടാമത് ഇട്ട ആ ഒരു വീഡിയോ അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഒരു മനപ്രയാസത്തിലാണ് അദ്ദേഹം മനനൊന്ത് ആത്മഹത്യ ചെയ്ത്. കാരണം തെറ്റൊന്നും ചെയ്യാത്ത നിഷ്കളങ്കനായിട്ടുള്ള അദ്ദേഹം ആ ഒരു വീഡിയോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ അവൾ ചിത്രീകരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ ആ ഒരു പേര് അപകീർത്തിപ്പെടുമ്പോൾ എന്തായാലും ആത്മാഭിമാനം ഉള്ള ആളുകൾക്ക് അത് താങ്ങാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെയുള്ള നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു പേരിലാണ് അദ്ദേഹം ലൈംഗിക ആരോപണത്തെ തുടർന്ന് മനംനൊന്ത് ആത്മഹത്യ ചെയ്തത്. അതിനാൽ തന്നെ ഇതുപോലെയുള്ള നരാധമയുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥതയിൽ അവൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനാൽ തന്നെ കഴിവതും നമ്മൾ ഇവളെ പോലെയുള്ള ആളുകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തോന്നിവാസ പ്രകടനങ്ങൾ സൃഷ്ടിക്കുന്ന ഇതുപോലെയുള്ള പായ് ജന്മങ്ങൾക്ക് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നാളെ നമ്മൾക്കും ഇതുപോലെ ഗതി വരാതിരിക്കാൻ വേണ്ടി നമ്മളും ഒരു മുൻകരുതൽ എടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.